ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സന്തോഷമായോ? ഇല്ല. ഇല്ലേ? എത്ര സന്തോഷാണെന്ന് പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ബർത്ത്ഡേ ഞാൻ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കേയില്ല. ലവ് യു കള്ളച്ചെറുക്ക. ഐ ലവ് യു ടു കഴുതക്കുട്ടി. നീ എത്തിയ മോളെ. ഹാപ്പി ബർത്ത്ഡേ അമ്മു. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. അല്ലച്ചാ, ഞാൻ ചെറുതായിരുന്നപ്പോ സമ്പാദിച്ച 100 രൂപയുടെ നോട്ട് അച്ഛൻ ഇപ്പോഴും ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. എനിക്ക് ഒരുപാട് സന്തോഷായി. അത് വേറൊരു നോട്ടല്ല മോളെ, ഞങ്ങളുടെ ഭാഗ്യ. അത്രയും ചെറുപ്രായത്തില് ഒരു 100 രൂപയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നിനക്കുണ്ടായൊരു മനസ്സില്ലേ, അത് നിന്നിലെ നന്മയാ കാണിച്ചത്. എനിക്കത് അഭിമാനമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചത്. എനിക്ക് എന്താ പറയേണ്ടെന്ന് പോലും അറിയില്ല അച്ഛാ. താങ്ക് യു സോ മച്ച്. അല്ല അച്ഛാ, അഞ്ജുവിനെ ഒന്നും കാണുന്നതേ ഇല്ലല്ലോ. വരുന്ന വഴിക്ക് അവളുടെ ഫ്രണ്ട് ആരോ വിളിച്ചു, അവിടെ കയറിയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ഓ ആണോ? പിന്നെ അച്ഛാ, രാവിലെ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് ഷോക്ക് വന്ന് എന്റെ ബർത്ത്ഡേ നാശമാക്കിയെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്ര അടിപൊളിയായിട്ട് സർപ്രൈസ് തരൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെയുള്ള സർപ്രൈസുകളല്ലേ മോളെ സന്തോഷത്തോടെ ഓർത്തിരിക്കാൻ പറ്റൂ. ഇതുവരെ നിന്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ആർക്കും ആഘോഷിക്കാൻ കഴിയില്ല. വേദാന്തിനെ നോക്ക്, നിനക്ക് എന്താണ് ഇഷ്ടം, എന്താ ഇഷ്ടമല്ലാത്തത്, അതെല്ലാം മനസ്സിലാക്കി നിനക്ക് വലിയ സർപ്രൈസ് തന്നില്ലേ. വേദാന്തം നിനക്ക് എന്താ തന്നത്? അവൻ എനിക്ക് തന്നത് വലിയൊരു ഗിഫ്റ്റാച്ചാ. അമ്മു, അത് പിന്നെ അച്ഛാ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള രീതിയിൽ അവൻ പെരുമാറിയിട്ടേ ഇല്ല. എല്ലാ ദിവസവും ഒരു സ്പെഷ്യൽ ഡേ എന്ന പോലെ അവൻ ഇന്ന് വരെ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്, അതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് വേദാന്തല്ലേ, എന്റെ ജീവിതത്തിലെ രാജകുമാരനും അവനാ. പക്ഷെ എന്റെ അച്ഛൻ എന്റെ ലൈഫിൽ ആർക്കും പകരം വെക്കാൻ കഴിയാത്ത ഒരു രാജാവാ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ അച്ഛനല്ലേ. വേദാന്ത് എന്നെ എത്ര നന്നായിട്ട് നോക്കിയാലും ശരി, അച്ഛന് മേലെ അവൻ ഒരിക്കലും പോവില്ല.
അവളെ മനസ്സിലൊന്ന് ഓർത്താ മതി, അപ്പൊ തന്നെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ തോന്നും. എന്നെ ഇപ്പൊ ഒന്ന് വിളിച്ചേക്കാം. പറയുക ചെറുക്ക. കുറച്ചു നേരം മുൻപ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന അമൂല്യാണോ ഇത്? എനിക്ക് ഡബിൾ റോൾ കളിയൊന്നും അറിയില്ല. അതും ഞാനാണ്, ഇതും ഞാനാ. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് കുറച്ച് വട്ടുണ്ട്. ഹലോ, ആരോടാ സംസാരിക്കുന്നേ? ഏത് ആംഗിളിൽ നോക്കുമ്പോഴേ എനിക്ക് വട്ടാണെന്ന് തോന്നേ. ഞാൻ വെറും ഒരു ബുദ്ധിമതി മാത്രമല്ല, വിശാല മനസ്സുള്ള ഒരു സുന്ദരി കൂടിയ. ഇതൊക്കെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാലേ തിരിച്ചു കൊടുക്കണമെന്ന് അറിയില്ലേ? എനിക്കതൊന്ന് തിരിച്ചു തരാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ഇവനിത് എന്തൊക്കെയായി പറയുന്നേ? നീ എനിക്ക് എന്താ തന്നേ? അതിന് ഞാനെന്താ തിരിച്ചു തരണ്ടേ? എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണോ? തുടങ്ങി വെച്ചത് നീ തന്നെയല്ലേ? ഞാൻ നിനക്ക് എന്താ തന്നത്? ഞാൻ തന്നതും വാങ്ങിച്ച് നീ സുഖമായിട്ട് പോയില്ലേ? ഏയ് കളിച്ചെടുക്ക, ഇങ്ങനൊന്നും സംസാരിക്കരുത്. എനിക്ക് എന്തോ പോലെ തോന്നും. എന്തോ പോലെന്ന് വെച്ചാ? എന്തോ പോലെ എന്ന് പറഞ്ഞാൽ എന്തോ പോലെ, അത്രേ ഉള്ളൂ. ഇതിൽ ഇനി ചോദ്യമൊന്നുമില്ല. ഇതൊന്നും ശരിയല്ല. ഇതിലെന്താ ശരിയല്ലാത്ത? എപ്പോഴും ഒരേപോലെ ഇരുന്ന ബോറായിരിക്കുമെന്ന് നീ തന്നെയല്ലേ പറയാറ്? ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ലാന്ന് നീ പറയാറില്ലേ? എന്നിട്ട് ഞാൻ എഫേർട്ട് എടുത്തിട്ടും അത് തീരെ ശരിയല്ല എന്നല്ലേ നീ ഇപ്പോഴും പറയുന്നേ? അതൊക്കെ പണ്ട്. എപ്പോഴാണെങ്കിലും പറഞ്ഞില്ലേ, ഇനി ഇതുപോലത്തെ പല അവസരങ്ങളും ഉണ്ടായെന്നും വരും. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. എന്തൊരു സുഖം, ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ? ഇനി കല്യാണം കഴിയുന്നവരെ ഒന്നും. ഏയ് അമ്മു, അമ്മു. എൻട്രി ഡോർ തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഒരു ക്ലാസ് ലുക്കുണ്ട്. ഇപ്പോ ഇതെന്താ ഓപ്പൺ അല്ലേ ചേട്ടാ? നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ആദ്യമേ വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഓപ്പൺ ആയിരിക്കും. വേദാന്ത്, ഇത് ഏതാ മോനെ സ്ഥലം? ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നീ ഞങ്ങളെല്ലാരും ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ എന്താ അത്ര സർപ്രൈസ് ആയിട്ടുള്ളത്? നമ്മൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടായിരിക്കും ഉറപ്പല്ല അച്ഛാ. ആദ്യം അകത്തേക്ക് കയറി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാര്യം എന്താണെന്ന് ഞാൻ തന്നെ പറയാം. നീ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. വരൂ, അകത്തേക്ക് പോവാ. ടെൽ മീ വിനോദ്, തന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. മാഡം,
എല്ലാവരും ചേർന്ന് ഒരു റിസോർട്ടിലേക്ക് വന്നിരിക്കുക. ഇവരുടെ കൂടെ ആ അമൂല്യയുടെ അച്ഛനും വന്നിട്ടുണ്ട്. ആണോ? അവരെല്ലാവരും അവിടെ എന്താ ചെയ്യുന്നത്? എന്താ കാര്യമൊന്നും മനസ്സിലായോ? അതില്ല മേഡം. പക്ഷേ അമൂല്യയുടെ അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വേദാന്തനോട് ചോദിക്കുന്ന കണ്ടു. അതിന് മറുപടിയായിട്ട് വേദാന്ത് ഒന്നും പറഞ്ഞിട്ടുമില്ല. മേഡം, ഞാൻ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. അവര് സംസാരിക്കുന്ന ഒന്നും എനിക്ക് ശരിക്കും കേൾക്കാനും കഴിയുന്നില്ല. അവരെല്ലാവരും കൂടി അവിടെ ഒരുമിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ there is something really important. അതെന്ത് തന്നെയാണെങ്കിലും എനിക്ക് അറിയണം. കീപ് an eye on them. ശരി മേഡം. കൊള്ളാം. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അതെ ചേട്ടാ, ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. മാത്രമല്ല അടിപൊളി ലുക്ക്, നല്ല കാറ്റും വെളിച്ചം ഒക്കെ ഉണ്ട്. ഇതൊന്നും ഒന്നുമല്ല, ബാക്കി കണ്ടു നോക്ക്. എന്ത് രസമാണെന്നറിയോ? എല്ലാരും വാ, വാ. ശരിയാ ബോസ്, നരകത്തിലേക്കുള്ള വഴി നല്ലതായിരിക്കുമല്ലോ. ബോസ് ബോസ് ബോസ്, അടിപൊളിയായിട്ടുണ്ടല്ലോ. ആർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല. ഈ നരകം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇത്രയും അടിപൊളിയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മീനുനെയും കൂടെ കൊണ്ടുവന്നേനെ. എന്നിട്ട് മീൻ ഫ്രൈയും കഴിച്ച് ഈ സ്വിമ്മിംഗ് പൂളിലെ മീനിനെ പോലെ നീന്തി കളിച്ചേനെ. ഈശ്വരൻ നിന്റെ ആഗ്രഹം നേരത്തെ മനസ്സിലാക്കിയെന്നാ തോന്നുന്നത്. നിന്റെ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ സംഭവിക്കട്ടെ. വേണ്ട 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 വേണം. വേണ്ട സിദ്ധാർത്ഥ് സാറേ, വേണ്ട. വേണം. എറിയല്ലേ, എന്നെ എറിയല്ലേ. അയ്യോ വേണം. സിദ്ധാർത്ഥ് സാറേ, വേണം. പ്ലീസ് വേണം. വേണ്ട, വേണം. എറിയല്ലേ. ഇവൻ ഇന്ന് നമുക്ക് നീന്തൽ പഠിപ്പിച്ചേക്കാം. രക്ഷിക്കണേ. രക്ഷിക്കേ. ബോസ്, 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 ഇത് പട്ടാളത്തോട് ചേർന്ന് എന്നെ ഇവിടെ കൊല്ലാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? നീന്തൽ അറിയാത്ത എന്നെയാണോ വെള്ളത്തിൽ തള്ളിയിടുന്നേ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. മേഡം, എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയൂ. രക്ഷിക്കേ. അയ്യോ അയ്യോ. സിദ്ധാർത്ഥ്, വിക്രാന്തിന് തീരെ വിവരമില്ല. നീയും അവന്റെ കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുക. അല്ലെങ്കിൽ തന്നെ അവന് നീന്താനൊന്നും അറിഞ്ഞൂടാ. ഇവിടുന്ന് അവൻ എന്തെങ്കിലും പറ്റി ആര് സമാധാനം പറയും? അയ്യോ വേദാന്ത്, ഇതിൽ മുട്ടുവരെ പോലും വെള്ളമില്ല. അങ്ങനെ മുങ്ങിച്ചവാൻ പോവാണെങ്കിൽ നമുക്കെല്ലാവർക്കും നീന്തൽ അറിയാലോ. അവനെ അങ്ങനെ രക്ഷിക്കാം. എന്നാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലേ? അയ്യോ എന്നെ വിട്. വീഴാൻ പറ ബോസ്. വീട്. അയ്യോ അയ്യോ. അതൊക്കെയല്ലേ കുളിക്കേണ്ടത്. കുളിക്ക്. അയ്യോ, ഞാനിപ്പോ മുങ്ങിച്ചാവും. അയ്യോ പിടിക്കാണേ. അയ്യോ. വെൽക്കം വിക്കി ബോസ്. വെൽക്കം സിദ്ധാർത്ഥ് സാർ.